മഹാരാഷ്ട്ര ഗവർണറും ഇന്ത്യയെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുമായ CP രാധാകൃഷ്ണൻ ഡൽഹിയിലെത്തി. ഡൽഹി വിമാനത്താവളത്തിൽ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, പ്രഹ്ലാദ് ജോഷി, ഭൂപേന്ദർ യാദവ്, റാം മോഹൻ നായിഡു, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത തുടങ്ങിയവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി CP രാധാകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തി. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചിരികാട്. ജിഷ്ണു, ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഉജ്ജ്വലമായ സ്വീകരണം തന്നെയാണോ ഡൽഹിയിൽ ലഭിച്ചത്? അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ കൂടി. NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ള CP രാധാകൃഷ്ണൻ ഉച്ചയ്ക്ക് ശേഷമാണ് ഡൽഹിയിലെത്തിയത്. ഡൽഹി വിമാനത്താവളത്തിൽ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, പ്രഹ്ലാദ് ജോഷി കൂടാതെ ഭൂപേന്ദർ യാദവ് തുടങ്ങിയ കേന്ദ്രമന്ത്രിമാർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയും ഒപ്പമുണ്ടായിരുന്നു. തുടർന്നാണ് CP രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. BJPയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള JP നദ്ദയുമായും CP രാധാകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ചേർന്ന BJPയുടെ പാർലമെന്ററി ബോർഡ് യോഗമാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക്, NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന നേതാവ്, BJPയുടെ മുതിർന്ന നേതാവായിട്ടുള്ള CP രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തത്. നിലവിൽ അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറാണ്. RSSലൂടെയും പിന്നീട് ജനസംഘത്തിലൂടെയും പൊതുരംഗത്ത് പൊതുപ്രവർത്തനത്തിലേക്ക് എത്തിയിട്ടുള്ള CP രാധാകൃഷ്ണൻ BJPയുടെ തമിഴ്നാട് അധ്യക്ഷനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ മഹാരാഷ്ട്ര ഗവർണറായിട്ടുള്ള CP രാധാകൃഷ്ണനെ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ഇന്നലെ ചേർന്ന BJPയുടെ പാർലമെന്ററി ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നു. ആ പ്രഖ്യാപനം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. ശേഷമാണ് ഇന്ന് ഉച്ചയോടുകൂടി CP രാധാകൃഷ്ണൻ ഡൽഹിയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. 21-ാം തീയതി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക നൽകും എന്ന് മനസ്സിലാക്കുന്നു. അന്ന് BJPയുടെയും NDAയുടെയും മുഴുവൻ മുഖ്യമന്ത്രിമാരോടും ഉപമുഖ്യമന്ത്രിമാരോടും ഡൽഹിയിലെത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു ശക്തി പ്രകടനത്തോടെ, അല്ലെങ്കിൽ മുഴുവൻ NDA മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും മുതിർന്ന കേന്ദ്രമന്ത്രിമാരും എല്ലാം ചേർന്നുകൊണ്ടായിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക നൽകുക എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. KP. ശരി, ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.